डियर स्टूडेंट्स, आज हमें एक नया पाठ पढ़ना चाहिए। पाठ का नाम है सपनों के से दिन, नॉन डिटेल संचयन भाग। सुनिए, इसका सारांश सुनिए। गुरुदयाल सिंह द्वारा रचित सपनों के से दिन नामक आत्मकथा का सारांश अपने शब्दों में लिखिए। गुरुदयाल सिंह द्वारा रचित सपनों के से दिन नामक आत्मकथा में बचपन के कुछ दृश्य अंकित है. ലേഖകൻ്റെ കുട്ടിക്കാലത്തെ വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫട്ടേ ഹാൽ കേൽന और പീട്ന. ഫട്ടേ ഹാൽ കേൽന പറഞ്ഞാൽ ദാരിദ്ര്യത്തിലായിരുന്ന ഒരു കുടുംബമായിരുന്നു ലേഖകൻ്റേത്. बचपन में लेखक और उसके साथी एक जैसे थे. गरीब, फटेहाल, लापरवाह और खेलने के शौकीन. ആ ലേഖകൻ്റെ കുട്ടിക്കാലം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ ദാരിദ്ര്യം, ഗരീബ്, പുവർ ആയിരുന്നു. ഖേലിനേക്ക് ഷൗക്കിൻ, കളി ഭയങ്കര കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം അവർക്ക്. വേരോസിഹി ലക്കടിയോം കെ ഢേർ पर से फिसलते हुए कितनी चोट खाते थे. ഇങ്ങനെ ഈ ഫ്രണ്ട്സും ലേഖകനും എല്ലാവരും കൂടെ ഡെയിലി ലക്കടിയോം കെ ഢേർ पर, ലക്കടിയോ എന്ന് പറഞ്ഞാൽ വിറക് കൂമ്പാരങ്ങളുടെ മുകളിലേക്ക് കയറും. എന്നിട്ട് അവിടുന്ന് തെന്നിയിട്ട് വീണു പോകും, താഴേക്കും വീഴും. ഉൻകെ മിട്ടി ബരെ ദാവ് ദേക്ക് കർ, അങ്ങനെ മണ്ണിലൊക്കെ പുരണ്ട് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് മാം ബഹനെ, വീട്ടിലെത്തിയാലേ അമ്മയും സഹോദരിയുമെല്ലാം തറസ് ഖാനെ കി ബജായ് ഉൻകി പിഠായി കിയാ കർത്തി ഥി. മുറിവൊക്കെ കണ്ട് ദയ ഉണ്ടാവുന്നതിന് പകരം വീണ്ടും അടിയാണ് കിട്ടുക ലേഖകനും. ബാപ്പ് ബി ഇത്തനെ ഗുസ്സയിൽ थे, അച്ഛനും ഭയങ്കര ദേഷ്യമായിരുന്നു. കി ചാഹേ വ ബച്ചോं को नाक मुँह से खून आ जाए परंतु वे पीटते चले जाते थे. മൂക്കെന്നും വായെന്നെല്ലാം അവിടെ വീണിട്ട് ബ്ലഡൊക്കെ ഇങ്ങനെ വരും. എന്നാലും വീട്ടിൽ വന്നാൽ അടിയൊക്കെ കൊടുക്കും. ഫിർ ബി ബച്ചെ അഗലേ ദിൻ കേൽനെ പഹുഞ്ച് ജാത്തേ थे. എന്നിട്ടും ഈ കുട്ടികൾ അവരവരെ വീട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം കളിക്കാൻ വേണ്ടി പോകും. बचपन के सभी दोस्तों की आदतें भी मिलती जुलती थी. കുട്ടിക്കാലത്ത് എല്ലാ ഫ്രണ്ട്സിൻ്റെയും സ്വഭാവങ്ങളൊക്കെ ഒരുപോലെയായിരുന്നു. ഉന്മേ സെ അധികത്തർ തോ സ്കൂൾ ജാത്തേ ഹി നഹീ ഥേ. അതിൽ അധിക പേരും സ്കൂളിലൊന്നും പോവാറുണ്ടായിരുന്നില്ല ആ കാലത്ത്. കുച്ച് ഗേ ബി തോ അരുചി കെ കാരൻ ബസ്താ താലാബ് മേ ഫേങ്ക് ആയേ. ഇനി അത് പോകുന്ന കുട്ടികൾ തന്നെ ഇഷ്ടമില്ലാതെയാണ് സ്കൂളിൽ പോവുക. എന്നിട്ട് ബുക്കുകളൊക്കെ താലാബ്, കുളത്തിൻ്റെ അവിടേക്കൊക്കെ ഇങ്ങനെ എറിഞ്ഞിടുക ചെയ്യാം. ഉൻ ദിനോം അധികത്തർ മാം ബാപ്പ് ബച്ചോं को പടാത്തെ നഹീ ഥേ. അന്നത്തെ കാലത്ത് അമ്മയും അച്ഛനൊന്നും ഈ കുട്ടികളെ അധികം പഠിപ്പിക്കാൻ വിടാറില്ല. വേ സോച്തേ ഥേ കി ബഡേ ഹോനെ പർ ഇനെ വഹി ഖാത്ത ലിഖന സിഖ്വാ ദേംഗെ. അവരെന്താ വിചാരിക്കുക, ഈ കുട്ടികൾ വലുതായാൽ അത്യാവശ്യം കണക്കുകളൊക്കെ അറിഞ്ഞാൽ മതി എന്നാണ്. ലേഖകെ അധികത്തർ സാത്തി രാജസ്ഥാൻ യാ ഹരിയാണ സേ ആഖർ. അപ്പം നമ്മളെ ഈ ലേഖകൻ്റെ അധിക ഫ്രണ്ട്സും എവിടെ നിന്നുള്ളവരാണ്? രാജസ്ഥാൻ യാ ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുള്ളവരാണ്. അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യുക? മണ്ഡി മേ വ്യാപാർ കർണയിലേക്ക് എത്തേ. മണ്ഡി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ചന്തയിലൊക്കെ പോയിട്ട് സാധനങ്ങളെല്ലാം ഇങ്ങനെ വ്യാപാരം, കച്ചവടം നടത്തുകയാണ് ചെയ്യാറ്. പതാഹി ന ചലാക്കി കേൽനെ കെ 4 ദിൻ കൈസേ ബീത്ത് ഗയേ. ഇവർക്ക് എന്നെ അറിയുന്നില്ല, കളിച്ച് 4 ദിവസം എങ്ങനെയാണ് പോയതെന്ന്. വേ സബി ബച്ചെ പടായി കോ തോ കൈന്ത് സമജ്തേ ഥേ. ഈ കുട്ടികളെല്ലാവരും പഠിപ്പിനെ ഒരു കൈന്ത് എന്ന് പറഞ്ഞാൽ തടവറ, അറസ്റ്റ് ചെയ്ത പോലെയാണ്, ജയിൽ പോലെയാണ് ഈ സ്കൂളിൽ പോയി പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നത്. ബച്പൻ മേ ഗാസ് കുച്ച് അധിക്
हरी और फूल कुछ अधिक मनमोहक प्रतीत होते थे. കുട്ടിക്കാലത്ത് പുല്ലുകൾക്കൊക്കെ ഭയങ്കര പച്ച നിറവും പൂക്കൾക്കൊക്കെ അധികം മനോഹരമായിട്ടും തോന്നിയിരുന്നു ഇവർക്ക്. आज भी लेखक को स्कूल के रास्ते पर उगे झाड़ों की खुशबू याद है. ഇന്നും ലേഖകന് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ആ ജാഡോം കി ഖുഷ്ബു, ആ കുറ്റിച്ചെടികളുടെ അവിടെയുള്ള അതിൻ്റെയൊക്കെ ഒരു ചെടികളുടെയൊക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. കബി കബി വേ ക്യാരിയോ മേസ് ഉഗേ ഫൂൽ കി കലിയാം ചപരാസി കി നസറേം ബച്ചാക്കർ തോട് ലിയാ കർത്തേ ഥേ. ചിലപ്പോഴൊക്കെ ഇവർ ക്യാരിയാം തടങ്ങളൊക്കെ ഉണ്ടാകും പൂക്കളുടെ, അവിടുന്ന് ഈ പൂക്കളെല്ലാം മൊട്ടുകളെല്ലാം ചപരാസി അവിടുത്തെ പിയൂണിനെ കാണാതെ കണ്ണ് വെട്ടിച്ചിട്ട് പൊട്ടിച്ചെടുക്കും. വേ കലിയാം ഉനിക്ക് ജേബ് മേ പടീരെ തീത്തി. ഇവർ എന്നിട്ട് ഈ മൊട്ടുകളെല്ലാം പോക്കറ്റിലൊക്കെ ഇടും. ഫിർ വേ ഉനെ ചബാ ജായ കർത്തേത്തെ. അതിനുശേഷം ഇവർ അതൊക്കെ അങ്ങനെ എല്ലാം ഓരോന്നും എടുത്തിട്ട് ചബാന പറഞ്ഞാൽ ചവയ്ക്കുകയാണ് ചെയ്യുക. കുട്ടിക്കാലത്തെ ഓരോ വികൃതികളാണ് ഇവിടെ പറയുന്നത്. അടുത്തത് താലാബ് ഓർ രേത്ത് മേ നഹാന. തലാബ് എന്ന് പറഞ്ഞാൽ കുളം, കുളത്തിലും പിന്നെ കുളക്കരയിലുള്ള മണലിലെല്ലാം പുരണ്ട് ഇവർ കുളിക്കുന്നതൊക്കെയാണ്. തബ് സ്കൂൾ കെ ശുരു സാൽ മേ 1.5-2 മഹീനോം കി ചുട്ടിയാം ഹോത്തി തി. 2-2.5 മാസത്തോളം ലീവ് ഉണ്ടായിരുന്നു സ്കൂളിൽ. ഇൻ ദിനോ മേ ലേഖക് അപ്പനെ നനിഹാൽ ചലാ ജാതാ താ. ആ സമയത്ത് ലേഖകൻ തൻ്റെ നനിഹാൽ എന്ന് പറഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിലേക്കാണ് പോവുക. വഹാം നാനി ഉനി ഖൂബ് ദൂത് ദഹി മക്കൻ ഖിലാത്തി ഥി. അവിടെ നാനി അമ്മമ്മ ഖൂബ് ഈ കുട്ടികൾക്ക് എന്ത് കൊടുക്കും? ഖൂബ് ദൂത്, പാലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ദൂത് ദഹി തൈര് കേട്, മക്കൻ വെണ്ണ, ഖിലാത്തി ഥി ഇതെല്ലാം കൊടുക്കും നന്നായിട്ട്. ഓർ പ്യാർ കർത്തി ഥി, നന്നായിട്ട് സ്നേഹിക്കും ചെയ്യും. വേ ദോപഹർ തക്ക് ഗാവ് കെ താലാബ് മേ നഹാത്തെ തെ. കുട്ടികൾ ഉച്ചവരെ അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള കുളത്തിൽ ഇങ്ങനെ കുളിക്കായിരിക്കും. ബാദ് മേ നാനി സേ കുച്ച് ബി മാങ് കർക്കാത്തെ തെ. പിന്നെ വീട്ടിലേക്ക് അമ്മമ്മേൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു. ഇനി ജിസ് സാൽ ലേഖക് നനിഹാൽ ന ജാ പാത്താ താ. ഏത് സമയത്താണ്, ഏത് കൊല്ലാണോ ലേഖകൻ നനിഹാൽ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാതിരുന്നത്, ഗ്രാൻഡ് മദറെ मतलब उस साल वह गाँव के तालाब पर चला जाता था. ഗ്രാൻഡ് മദർ വീട്ടിൽ പോയിട്ടില്ലെങ്കിലും ഇവൻ എന്ത് ചെയ്യും? ഗ്രാമത്തിലെ ഒരു കുളമുണ്ട്, അവിടേക്ക് പോകും. വഹ് കപ്പടെ ഉത്താർക്കർ, അവിടെ ഡ്രസ്സെല്ലാം അഴിച്ചു വയ്ക്കും. പാനിമേ കൂത് ജാത്താത്ത, വെള്ളത്തിലേക്ക് ഒരു ചാട്ടമാണ്. കുച്ച് സമയ ബാദ് രേത്തിയിലെ ടീലെ പർ ചടുക്കർ വഹി വഹാം രേത്ത് കെ ഊപ്പർ ലേട്ട് താത്ത. അവിടെ മണലുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് വീണ്ടും ചാടും, നിലത്തേക്ക് എല്ലാം അങ്ങനെ ചാടി കളിക്കും. ഫിർ രേത്ത് സേ ലത്തപ്പത്ത് ഹോക്കർ. അങ്ങനെ രേത്ത് എന്ന് പറഞ്ഞാൽ മണലിൽ നിന്ന് ലത്തപ്പത്ത് എന്ന് വെച്ചാൽ ഉരുണ്ട് ശരീരത്തിലെല്ലാം മണലിൽ ഇതായി നിൽക്കണം, മുഴുവൻ ശരീരത്തിലും മണലായിട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ താലാബുമേ ചലാങ്ക് ലഗാതെ താത്ത, കുളത്തിലേക്കൊരു ചാട്ടാണ്. പിന്നെ ऐसे वह और उनके साथी कई बार करते थे. ഇങ്ങനെ ലേഖകനും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യും. കൈ സാത്തി തോ തൈർനെ കി മുദ്രാമേ ഹാത്ത് പാവ് ബി ഹിലാത്തെ തെ. കുറേ ഫ്രണ്ട്സൊക്കെ നീന്തൊന്നും അറിയില്ല, എന്നാലും കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കും. പരന്തോനെ തൈർനാനഹി ആത്താത്ത, അവർക്ക് ശരിക്കും നീന്താനൊന്നും അറിയില്ല. ഇസ്ലിയെ കൈ ബാർ വേ ഗഹരെ പാനി മേ ചലേ ജാത്തെ തെ. നീന്തറിയാത്തതുകൊണ്ട് ഗഹരെ ഡീപ്പായിട്ടുള്ള ആ വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇവനെ ബൈംസ് കെ സീങ്കിയ പൂഞ്ച് പക്കടക്കർ ബാഹറാനേക്ക് സലാഹ് ദി ജാത്തി തി. അപ്പോൾ ആർക്കും പിടിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവരാം. ആ സമയത്ത് അതിൻ്റെ സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നോളാൻ വേണ്ടിയിട്ടൊക്കെ പറയും ആൾക്കാർ. കൈ ബാർ മോഹമേ ഗന്ധ പാനി ബർ ജാത്താത്ത. കുറേ പ്രാവശ്യം വായിലൊക്കെ ഗന്ധ ഡേർട്ടി വെള്ളങ്ങളൊക്കെ കടന്നു പോകും. പരന്തോ ഹായ് ഹായ് കർക്കെ
ജയ്സേ തൈസേ താലാബ് സേ ബാഹർ നിക്കല്ലാത്തേത്തെ. എന്നാലും ഇവർ സന്തോഷത്തോട് കൂടിയിട്ടാണ് കുളത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇങ്ങനെ വരിക, ഭയങ്കര ഹാപ്പി ആയിട്ടും. അതിന് ചുട്ടിയും കാക്കാം ഈ പിന്നെ ഹോളിഡേയ്സിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന്. ഇസ് പ്രകാർ ചുട്ടിയാ ബീത്തിനെ ലക്തി. ലീവുകളൊക്കെ ഇങ്ങനെ കഴിയാണ്. ഏക മഹീന ബീത്തിനെ പർ, ഒരു മന്ത് കഴിഞ്ഞു. ചുട്ടിയും കെ കാം കിയാത്. അപ്പോഴാണ് ഇവർക്ക് ഒഴിവ് ദിവസങ്ങൾ ഇങ്ങനെ കഴിയാണ്. അപ്പോഴാണ് ഇവർക്ക് വർക്ക് കൊടുത്ത ഓർമ്മ വരുന്നത്. ഫിർ സോച്ചത്തേക്ക് ഹിസാബ് കെ 200 സവാൽ നിക്കാലിനെ ഹെ. 200 ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഇവർക്ക് ഹോംവർക്കായിട്ട്. रोज़ 10 सवाल भी किए तो 20 दिनों में ही हो जाएंगे. അപ്പോൾ അവർ വിചാരിക്കുകയാണ് 10 ചോദ്യങ്ങൾ ഇങ്ങനെ ഇത് ഡെയിലി നോക്കുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് ഇങ്ങനെ തീരുമായിരുന്നു എന്ന്. പരന്തു 10 दिन और बीत जाते. 10 ദിവസം കടന്നു പോയി. തബ് ഏക് ദിൻ മേ 15 സവാൽ നിപട്ടാനെ കി ബാത്ത് സോച്ചനെ ലഗ്തെ. എന്നാൽ ഒരു ദിവസം 15 ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ആൻസർ എഴുതി ശരിയാക്കാമെന്ന് വിചാരിച്ചു. कुछ लड़के सोचते कि काम न करने के बदले मास्टर जी से पीटना सस्ता सौदा है. കുറച്ച് കുട്ടികൾ വിചാരിക്കുകയാണ്, ഇവരുടെ ഫ്രണ്ട്സുകൾ തന്നെ വിചാരിക്കുകയാണ്, നമ്മൾ ഈ വർക്കൊന്നും ചെയ്യണ്ട, സാറിൻ്റെ അടുത്തുനിന്ന് കുറച്ച് എന്തെങ്കിലും ഒരു അടി കിട്ടില്ലുള്ളൂ എന്ന്, അതാ നല്ലതെന്ന്. ലേഖക് ബി ഐസെ ബഹാദൂരോം കി തര സോച്ചിനെ ലഗ്ത. അപ്പോൾ ഈ നമ്മളെ ലേഖകനും അങ്ങനെയുള്ള വികൃതി വീരന്മാരെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഐസെ ലഡ്കോം കാ നേതാത്ത ഓമ. അങ്ങനെയുള്ള ഒരു ഈ ആൺകുട്ടികളുടെ കൂട്ടത്തിലുള്ളൊരു നേതാവായിരുന്നു ഓമ. ആൺകുട്ടിയുടെ പേരാണ് ഓമ. ഇനി ഓമാക്ക ഭയങ്കർ സിർ. ഇനി ഈ ഓമയുടെ വിശേഷത എന്താണെന്ന് നോക്കുക. ഭയങ്കരമായ വലിയ തലയാണ്. ഓമ മാർനെ പീട്ടിനെ ബാത്തേം കർനെ ഓർ ഗാലിയാം ദേനെ മേ സബ്സെ ഊപ്പർ ഥ. ഓമ എന്ന് പറഞ്ഞ കുട്ടി മാറിനെ പീട്ടിനെ അടിപിടിയിലും ബാത്തേം കർനെ സംസാരിക്കുന്നതിലും കച്ചറ അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ഗാലിയാം ദേനേമേ, ഗാലിയ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുന്നതിലും എല്ലാം മുൻപന്തിയിലാണ്. ഉസ്കാ സിർ ഹാണ്ടി ജയ്സ ബഡാത്ത. ഹാണ്ടി എന്ന് പറഞ്ഞാൽ മൺകലം, കലല്ലേ, എർത്തൻ പോട്ട്, അതേപോലെ വലിയതാണ്. വോ ലഡായി മേ സിർ സേ വാർ കിയാ കർത്താത്ത. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ തല കൊണ്ടാണ് എല്ലാവരും ഇടിക്കുക. വോ കേവൽ 4 ഫൂട്ട് കാ ഡിഗ്ന സാലെടുക്കാത്ത. അവന് ആകെ 4 ഫൂട്ട് ഉള്ള കുറുകിയ മനുഷ്യനാണ്. ഡിഗ്നാസ എന്ന് പറഞ്ഞാൽ കുറുകിയ മനുഷ്യനാണ്. ആംഖേ ബില്ലി ജയ്സി. കണ്ണുകളെല്ലാം ബില്ലീനെ പോലെയാണ്, പൂച്ചേനെ പോലെ. ചേഹര ബന്ദരിയ. മുഖാണെങ്കിൽ കുരങ്ങനെ പോലെയുണ്ട്. ജയ്സാത്ത. उसके सिर की ज़बरदस्त चोट से उससे 3 गुना बड़े लड़के भी खरा उड़ते थे. ഇവൻ്റെ തലേൻ്റെ ഇടി കൊണ്ട് വലിയ കുട്ടികൾ വരെ നിലവിളിക്കും. ലഡ്കോംനെ ഉസ്കെ സിർക്കി. ഈ കുട്ടികളെല്ലാവരും കൂടെ അവനിങ്ങനെ തലകൊണ്ട് ഇടിക്കുന്ന കാരണം ടക്കർ ഖാ നാം, ഇങ്ങനെ ഇടിക്കുന്ന കാരണം പേരിട്ടു ഇവരെല്ലാവരും റെയിൽ ബബ്ബ രഘുവാത്ത. റെയിൽ ബബ്ബ എന്ന് ഇവന് പേരിട്ടു.